ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ചായക്കടക്കാരൻ കുറെ കഴിഞ്ഞപ്പോൾ ഒരു 10 വാഹനങ്ങൾ വരുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നു ശിവാജി സാർ. ഇലഞ്ഞിത്ര മേളം കൊട്ടിയത് മുഴുവൻ ഇവിടെയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഞാനുണ്ട്. ഏത് ക്യാരക്ടറാണ്? പറഞ്ഞു ചായക്കടക്കാരൻ. രാമൻകുട്ടി. ഇന്നുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഇന്നുണ്ടായിരുന്നു. ആരുടെ കൂടെ? ശിവാജി സാറിൻ്റെ കൂടെ. ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെട്ട ഒരു സിനിമാ കലാകാരൻ വേണുചേട്ടനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞെന്താ വെച്ചാൽ, ഒരു 30 കൊല്ലം മുമ്പുള്ള എന്നെയാണ് ഞാൻ തന്നിൽ കാണുന്നതെന്ന് പറഞ്ഞു. വേണുചേട്ടനായിട്ട് 5 മിനിറ്റ് സംസാരിക്കാൻ പോയി. ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി. രോഹിണിക്ക് സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. സുമതിക്ക് ഒരു ഫിലിം കട്ടുണ്ട്. മമ്മൂക്കയുടെ അദ്ദേഹത്തെ പൊട്ടിച്ചിരിപ്പിച്ച നിമിഷങ്ങൾ, ഇവരൊക്കെ തന്ന ഓട്ടോഗ്രാഫുകളുണ്ട് എനിക്ക് ഹൃദയത്തിൽ. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ജയചന്ദ്രൻ ചേട്ടനോടൊപ്പം ഞാൻ ചെയ്ത യാത്രകളും അദ്ദേഹത്തിന് വേണ്ടി അവതരിപ്പിച്ച പരിപാടികളെ എണ്ണമില്ലാത്തതാണ്. അതെ, ജയേന്ദ്രൻ ചേട്ടൻ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തുന്നത്? ഒരിക്കലും ഇതുപോലെ ഒരു സൗഹൃദസദസ്സിൽ വെച്ചാണ് ഞാൻ ജയേന്ദ്രൻ ചേട്ടനെ കാണുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏഷ്യാനെറ്റ് ന്യൂ ഇയർ ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്, കൂത്തും തുള്ളലൊക്കെ അറിയാമല്ലേ എന്ന് വെച്ചു. അദ്ദേഹം അതിൻ്റെ ഒരു ട്രഡീഷണൽ ആളാണ്, ഇരിഞ്ഞാലക്കുട അറിയാം. അങ്ങനെ പിന്നെ പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളിക്കും ഈ ബോറടി എന്ന് പറയുന്നൊരു സാധനം വരുമ്പോൾ എന്നെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് കൂത്ത്, കൂടിയാട്ടം, കഥകളി, ഇതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ചെണ്ടമേളവും പഞ്ചവാദ്യം ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിന് ഭാരതപ്പുഴയുടെ തീരെ എനിക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടങ്ങളുടെ ഒരു സമാനത ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ അദ്ദേഹവുമായിട്ടിരുന്നുണ്ട്. അദ്ദേഹം മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടും അതിഗംഭീരമായിട്ട്. സുശീലാമ്മയുടെ പാട്ടുകൾ, ദാസേട്ടൻ്റെ പാട്ടുകൾ, അതൊക്കെ ഞങ്ങൾ ഭാരതപ്പുഴയുടെ അവിടെ പോയിരുന്ന പാടുക. അതുപോലെ ഭക്ഷണപ്രിയൻ ദോശ കഴിക്കാൻ പോകുന്നത്, റെക്കോർഡിങ്ങിന് മുമ്പ് ഞാൻ കൂടെ പോകും. നർമ്മങ്ങളാണ് ഇഷ്ടം. ചെറിയ ചെറിയ നർമ്മങ്ങളിൽ പൊട്ടിച്ചിരിക്കും, കൊച്ചു നർമ്മങ്ങൾ. എന്താ പാട്ടുകളുടെ ഒരു ഭാവാംശം, ഭാവഗായകനല്ലേ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വന്ന ധനുമാസ ചന്ദ്രികയുടെ നിത്യകാമുകനാണ് ജയചന്ദ്രൻ. നിലാവാണ്, കട്ടുകട്ടിയായിട്ടുള്ള നിലാവാണ്. സൗമുകാര്യം കൊണ്ട് ദാസേട്ടൻ നമ്മളെ അതിശയിപ്പിക്കുമ്പോൾ ഇവിടെ ഭാവം കൊണ്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു മനുഷ്യൻ. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അത് സംഗീതത്തിനല്ലേ. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ സംഗീതം ആപാതചൂടം സംഗീതമാണ്. എന്താ പറയുക, തല മുതൽ പാദം വരെ സംഗീതമാണ്. ശാസ്ത്രീയ സംഗീതജ്ഞനും കൂടിയാണ്. അത് ആരുടെ ചെമ്പയുടെ കൂടെ ഒക്കെ ഇരുന്ന് എന്താണ് ഇപ്പം ദാസേട്ടൻ്റെ ദാസേട്ടനും ജയേട്ടനും 2 പക്ഷാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ പി ഭാസ്കരനാണോ വയലാറാണോ മികച്ച കവി എന്ന് ചോദിക്കുന്ന പോലെയാണ്. ദാസേട്ടൻ ഒരു ഹെവി സാധനം ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഇദ്ദേഹം നമ്മളെ രസിപ്പിക്കും. ഇപ്പോൾ എന്താ പറയുക, പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ എന്ന് അവിടെ ഹെവി ആയിട്ട് പാടുമ്പോൾ ഇപ്പുറത്ത് ഇരുന്നു കൊണ്ട് നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ ആരേ. ഇവിടെ ഭയങ്കര ഇത് രണ്ടും നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട 2 എന്താ പറയേണ്ടത് സൂര്യചന്ദ്രന്മാരാണ്. പകരം വെക്കാൻ പിന്നീട് ഉണ്ടായിട്ടില്ലല്ലോ. സൂര്യനും ചന്ദ്രനും മറ്റേതിങ്ങനെ ഒന്നും പകൽ വെളിച്ചത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ആ സൂര്യന്റെ ഒരു അംശം തട്ടിയതാണ് നിലാവ്. അതെ. അപ്പൊ അദ്ദേഹമായിട്ടും നല്ല ഓർമ്മ ഉണ്ടാവില്ലേ? എനിക്കുണ്ടോ? ദാസേട്ടൻ്റെ ഒക്കെ എത്രയോ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന അതുപോലത്തെ നിമിഷങ്ങളുണ്ട്. ദാസേട്ടൻ പൊട്ടിച്ചിരിച്ച സന്ദർഭങ്ങളുണ്ട് എൻ്റെ തമാശ കിട്ടിട്ട്. ഞാൻ പറഞ്ഞു ദാസേട്ടനോട് ഇരിക്കുന്നു, ഞങ്ങളൊരു മീറ്റിംഗ് വയ്ക്കുമ്പോൾ ഒരു പാട്ടിന് ഇപ്പോൾ 1000 അവസരങ്ങളിൽ, അപ്പോൾ അതിൽ നസീർ സാറിൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ
ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. ഈ ഗൽഗതം മുഴുവൻ ഇതിൽ വരും. ഇവിടെ അങ്ങനെ അനങ്ങും ഈ സാധനം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ദാസേട്ടനോട് ചോദിച്ചു, ചില പാട്ടുകളിലൊക്കെ ദാസേട്ട ഗാനരംഗങ്ങളൊക്കെ അയ്യോ പറയും മോനെ ചില ഗാനരംഗങ്ങൾ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷീലയും നസീറും കൂട്ടിലൊരു പാട്ടിൽ മനോഹരി നിൻ ആ പാട്ടിൽ ഷീലാമ്മയുടെ തലയിൽ ഇത് ഇത്ര പോകുന്നു. ഞാൻ പറഞ്ഞു ഇത് അരി വെക്കുന്ന കലാണോ ഈ കെട്ടി വെച്ചിരിക്കുന്നത്. ദാസേട്ടൻ പൊട്ടിച്ചിരിച്ചിട്ട് ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ദാസേട്ടൻ ഇത് കേട്ടിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെന്താണ് ആ പൊട്ടിച്ചിരിക്കുക കാരണം. അപ്പോൾ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ജയചന്ദ്രന്റെ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. എങ്ങനെയാണ് ഇത് ഭാവങ്ങൾ കൊടുക്കുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ജയേട്ടനോട് ചോദിച്ചാൽ പറയുന്നത് ഞാൻ ദേവരായ മാഷ് പഠിപ്പിക്കുന്നു, പാടുന്നു, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് പാടിക്കുന്നു ഗുരുവായൂരപ്പനാണെന്ന്. അതിപ്പോൾ ദേവരായ മാഷ് പാട്ട് മാത്രമല്ല, സ്വാമിയുടെ പാട്ടുകൾ സന്ധ്യക്കെന്തിന് സിന്ദൂരം അതെന്താണ് പാട്ട്. പിന്നെ കാവ്യ പുസ്തകമല്ലോ ജീവിതം, ബാബുക്കയുടെ പാട്ടുകൾ, അനുരാഗാനം പോലെ. ഇപ്പം നമ്മൾ ജോൺസേട്ടൻ്റെ പാടിയപ്പോൾ രവീന്ദ്ര മാഷ കിട്ടുക്കൻ പാട്ടുകളിൽ ഏകാകിയാം നിന്റെ സ്വപ്നങ്ങൾക്കൊക്കെയും ആ പാട്ട് മറ്റേ ഏറ്റവും പോപ്പുലർ പാട്ട് ഹാലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ അത് മിഴി രണ്ടിലും വയലാർ ശരത്തും രവീന്ദ്ര മാഷ്. അപ്പൊ എല്ലാ വിദ്യാസാഗറാണ് ഗംഭീര പാട്ടുകൾ ചേട്ടൻ്റെ. എന്തേ ഒന്നും മിണ്ടിയില്ല, എത്ര പാട്ടുകൾ. ഏറ്റവും കൂടുതൽ താങ്കൾ കാണിച്ചിട്ടുള്ളത് വേദികളിൽ ഗോപിയാശാനെയാണ്. അല്ലേ? ഗോപിയാശാന് എനിക്ക് തോന്നുന്നു ഗോപിയാശാനം തന്നെ വിളിക്കുന്നത്. അതെ, ഞാൻ അങ്ങനെ വിളിക്കാം. ഭരത് ഗോപി, നമ്മുടെ ഗോപി. അതെ ഗോപി അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദവും ഇതുപോലെയാ. ഇപ്പോഴും തലയൊക്കെ ഇങ്ങനെ. അതായത് ഈ വേണുചേട്ടനാണ് കേട്ടോ ഇതിന്റെ കാരണം. വേണുചേട്ടൻ എന്നെ ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെട്ട ഒരു സിനിമാ കലാകാരൻ വേണുചേട്ടനാണ്. വേണുചേട്ടനായിട്ട് 5 മിനിറ്റ് സംസാരിക്കാൻ പോയ ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഒരു രാത്രി മുഴുവൻ. അത് ഒരു 94 വേണുചേട്ടൻ എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹത്തിൽ ഇതെല്ലാം ഉണ്ട്. ഈ കളികൾ മുഴുവൻ താളവും തുള്ളലും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെർഫോമൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു. വലിയ സന്തോഷമായി. അദ്ദേഹം എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഒരു 30 കൊല്ലം മുമ്പുള്ള എന്നെയാണ് ഞാൻ തന്നിൽ കാണുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം. പിന്നെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളെ പോലെ, ഞാൻ പറഞ്ഞ പോലെ തോളിൽ കൈയിടാവുന്ന പോലെ സൗഹൃദമായി വേണുചേട്ടനെ. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ഏറ്റവും ഡിസ്റ്റർബ്ഡ് ആയത് വേണുചേട്ടൻ മരിച്ചപ്പോഴാണ്. കാരണം അതിന് പകരം വയ്ക്കാൻ ഒരു കലാകാരനില്ല. അങ്ങനെ ഞാൻ ഒരിക്കൽ കോഴിക്കോട് വേണുചേട്ടൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ ഞാൻ കോഴിക്കോടിന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ മഹാറാണിയിൽ നിങ്ങോട്ട് വാ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. ഞാൻ ഭരത് ഗോപിയേട്ടൻ്റെ റൂമിലേക്ക് അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നു. വേണ്ട പറഞ്ഞു ഇത് ജയരാജ് വാര്യർ, എനിക്കറിയാം. ഞാൻ അവതരിപ്പിച്ചു. അപ്പം അത് നോട്ടണ്ടല്ലോ ഷാർപ്പായിട്ടു. അപ്പം അങ്ങനെ ഇരിക്കുക. ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്നത് ഗോപി എന്ന വ്യക്തിയല്ല, എൻ്റെ കഥാപാത്രങ്ങളെയാണ്. കേട്ട് കാണും, ഞാൻ പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ. സ്ക്രീനില് ഷാർപ്പ് സ്ക്രീൻ പ്രസൻസ് ആണ്, അതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. അങ്ങനെ ഒരു ആക്ടറെ ഞാൻ അതിന് മുമ്പും കണ്ടിട്ടില്ല, അതിനപ്പുറം പോയില്ല. കൃത്യമാണ്. അവന് അയ്യപ്പൻ തവളയെ പട്ടിണി നിന്നിട്ട് കാലം കുറയാതാ എന്ന് പറയുമ്പോൾ ചാരായം മണക്കും സ്ക്രീനിൽ നിന്ന്. ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഭരത് ഗോപിയേട്ടനാണോ വേണുചേട്ടനാണോ വലിയ നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇവരെങ്ങനെ ശരിക്കും മൈന്യൂട്ട് ഒബ്സർവേഷൻ ഈസ് എ പ്രോസസ്. അത് ഞാൻ അറിയാതെ നടക്കുന്ന എന്താണ് അത്. ഒബ്സർവേഷൻ, റിട്ടൻഷൻ, ഇതെല്ലാവരും നടത്തുന്നുണ്ട്. കഥാപാത്രങ്ങളെയാണ് അത് അവതരിപ്പിച്ചെന്ന് പറഞ്ഞത്. ഒറിജിനൽ ഗോപിയേട്ടൻ ഇങ്ങനെയൊന്നല്ല. അതെങ്ങനെയാണ് അറിയാം? അത് ഞാൻ ആ പകുതി പോയതിന് ശേഷമാണല്ലോ, ഈ ഒരു ഭാഗം തളർന്നതിന് ശേഷമാണ് പുള്ളിയെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാ ശബ്ദം. ഞാൻ പിന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല.
പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ സ്ക്രീനിൽ വരുമ്പോൾ വരുന്നു കഴിഞ്ഞ സമയത്ത് നിന്നുകൊണ്ട് രോഹിണിക്ക് സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, സുമതിക്ക് ഒരു ഫിലിം കട്ടുണ്ട്, വേറെ ആളാണ്, അതല്ലേ ആർട്ടിസ്റ്റ്. തബല പോലും വായിക്കാത്ത അറിയാവുന്നതാണ് തബല അല്ലെ, വാദകനായിട്ട് നോക്കുമ്പോ നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. അതെ അതെ അതെ. അത് എനിക്ക് ജോർജ് സാറ് പറഞ്ഞല്ലോ, ജോർജ് എനിക്ക് തബലയൊന്നും വായിക്കാൻ അറിഞ്ഞുകൂടാ, എൻ്റെ അയ്യപ്പൻ തബല വായിക്കും. ആ മുഹൂർത്തത്തിലെ മൊമെന്റിൽ മൂപ്പര് വായിച്ചു. വൺ ആക്ടർ. അതെ. അവിടെ നിന്ന് വരിക നേരിട്ട് അനുഗ്രഹങ്ങൾ. അല്ല, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ട്, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓട്ടോഗ്രാഫ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ തോന്നേണ്ട കാര്യങ്ങളിൽ ആ സമയത്ത് തോന്നിപ്പിക്കണം. അപ്പോൾ തബല വായിക്കും, അപ്പോൾ വണ്ടി ഓടിക്കും. പുള്ളി പറഞ്ഞാണ് അത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ തോന്നേണ്ട കാര്യങ്ങൾ തോന്നേണ്ട സമയത്ത് തോന്നിപ്പിക്കുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത്. സിദ്ധിയുള്ളവൻ അത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത്, നമുക്കറിയാലോ ഈ അഭിനയത്തിൻ്റെ ഒരു അകലിൽ നിന്ന് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഒരു ആക്ടിങ് ഏരിയയിൽ അദ്ദേഹത്തിന് അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെർഫോം ചെയ്തങ്ങ് കയറുകയാണ്. അതിന് വേറൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഗോപിയേട്ടൻ എന്ന് പറയുന്ന ഭരത് ഗോപി ആശാൻ ഡയറക്ടോറിയൽ തോട്ടുള്ള ആക്ടറാണ്. ബേസിക്കലി അദ്ദേഹം സംവിധായകൻ അവൻ ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു തോട്ട് കൂടെ വരും ആക്ട് ചെയ്യുമ്പോൾ. അവനവനല്ല, ഞാൻ എന്ന് പറയുന്ന നടനല്ല അദ്ദേഹം കാണുന്നത്, ആ സംവിധായകൻ്റെ ഒരു മനസ്സും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാർ ഇപ്പോഴത്തെ മമ്മൂട്ടി, മമ്മൂട്ടി കണ്ടത് വളരെ രസകരമായ ഒരു സന്ദർഭത്തെ കുറിച്ച്. അതെ അതെ. അതെന്താ വെച്ചാല് ലോഹിതദാസ്, അയ്യോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇനിയിപ്പോ ആരൊക്കെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അത് വലിയ അടുപ്പാണ്. ഇവിടെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് സുന്ദർദാസിന്റെ സഹോദരിയുടെ വീട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ തൃശ്ശൂർ വഴി പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒറ്റപ്പാലത്തെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഷൊർണൂർ TBയിൽ താമസിക്കുമ്പോൾ ഞാൻ പോകും. ഇതാണ് ഈ സ്നേഹം. എന്താണ് അദ്ദേഹത്തിന് ഞാൻ MT അവതരിപ്പിക്കുന്നതൊക്കെ കാണാനാണ് ഇഷ്ടം. അഴീക്കോട് സാഹിത്യകാരന്മാരെ അവതരിപ്പിക്കുന്ന കാണാനാണ്. പിന്നെ പാട്ടൊക്കെ ഇരുന്ന് പാടും. അപ്പോൾ ഒരു ദിവസം ലോഹിയേട്ടനാ പറഞ്ഞത്, നമുക്കൊരു കോഴിക്കോട് ഒരു പ്രോഗ്രാം ചെയ്യണം, എത്ര ചാർജ്, പരിപാടിക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ലോഹിയേട്ട എന്താ ഈ പറയുന്നത്, നിങ്ങൾ വിളിച്ചാൽ എന്നാലും ഒന്ന് ഒരു റേറ്റ് പറയണം എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടിക്കൂലി അടക്കം എല്ലാം കൂടി ഒരു 7000 ഒക്കെ തന്നായിരുന്നു. ഇപ്പോൾ ചിരിച്ചു അദ്ദേഹം. പിന്നെ ഞാൻ ചോദിച്ചു ആരുടെ പരിപാടിയാണ്? പറഞ്ഞു മമ്മൂക്കയുടെ ഒരു പ്രോഗ്രാമാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. അപ്പോൾ മമ്മൂക്ക ജയരാജനെ നേരിട്ട് കണ്ടിട്ടില്ല. മമ്മൂക്ക എവിടെയോ TVയിലൊക്കെ ഇങ്ങനെ മിന്നിമറയിന്ന് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ജയരാജ് വാര്യർ. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു, മമ്മൂക്ക അടക്കമുള്ള സദസ്സിൽ പെർഫോം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ വലിയ അടുപ്പമാണ്. ഞാനും മമ്മൂക്കയും തമ്മിലൊക്കെ എന്തൊരു ഇപ്പോഴും വലിയ സൗഹൃദങ്ങളാണ്. ഞാനും ഒരു 3-4 സിനിമയിൽ പ്രാഞ്ചിയേട്ടൻ, പിന്നെ കമൽ സാറിൻ്റെ ഒരു പടം, അങ്ങനെ 3-4 പടം ഉണ്ട്. അതൊക്കെ ഒരു മമ്മൂക്ക നമ്മുടെ അതിന്റെ പാറ്റേണാണ്. കൈ പൊട്ടിച്ചിരിക്കുക. മുരളിയേട്ടനുണ്ട്, ശ്രീനിയേട്ടനുണ്ട്, നമ്മുടെ ഒരുവിധ ഒരു സിനിമ നടക്കുന്നുണ്ട്, അതിലത്തെ എല്ലാ നടന്മാരും ഉണ്ട്. ഞാനിതിങ്ങനെ പെർഫോം ചെയ്ത് കയറുക, ഇവർ കൈ പൊട്ടിച്ച് ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഞാനെല്ലാം. എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ലല്ലോ. മമ്മൂക്കയുടെ അദ്ദേഹത്തെ പൊട്ടിച്ചിരിപ്പിച്ച നിമിഷങ്ങൾ, ഇവരൊക്കെ തന്ന ഓട്ടോഗ്രാഫുകളുണ്ട് എനിക്ക് ഹൃദയത്തില്. അതുകൊണ്ടാണല്ലോ അവരൊക്കെ ഇങ്ങനെ എപ്പോഴും ഓർത്തു. അപ്പോൾ ഒരിക്കൽ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ജയരാജ് എന്തൊക്കെ ഉണ്ട് പരിപാടി? ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ സ്റ്റേജ് വരും. ഇപ്പോഴും താൻ പെർഫോം ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അതെല്ലാം എനിക്ക് ജീവിക്കാൻ പറ്റുമോ? വാ, വെരി ഗുഡ്. ഇപ്പോഴും ഞാൻ ഈ 2 മണിക്കൂർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പുള്ളി ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ചപ്പം 2 പേരുടെ പടമാണ് ഞാൻ കണ്ടത്. അതിനകത്ത് ഗോപിയാശാൻ, അത് ഗോപിയാശാനല്ല, കലാമണ്ഡലം ഗോപിയാശാൻ. അപ്പോൾ അപ്പുറത്ത് മോഹൻലാലുമായിട്ട്, മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ മോഹൻലാലുമായിട്ടും അല്ലേ. എനിക്കും സത്യം പറയാലോ, അത് ഇതുപോലൊരു സൗഹൃദമാണ്. കാരണം അദ്വൈതത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഭാരതത്തില് നാഷണൽ അവാർഡ് കിട്ടുന്നത്, ഈ ലാലേട്ടന്. അപ്പൊ എന്നെ PV ഗംഗാട്ടൻ മരിച്ചുപോയി, മാതൃഭൂമിയുടെയും ഗൃഹലക്ഷ്മി ഗംഗേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടി ഒരു എന്റർടൈൻമെന്റ് വേണം, അത് ജയരാജന്റെ പരിപാടിയാണ് നന്നാവുക,
ചോദിച്ചാൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഇങ്ങനെ മോഹൻലാലിന് സ്വീകരണമാണ്. അപ്പം ഞാൻ കണ്ടിട്ടില്ല, സിനിമയെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. 92 മാർച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ കോഴിക്കോടാണല്ലോ ഷൂട്ട്. കോഴിക്കോട് ഷൂട്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നു എന്നോട് പറഞ്ഞു, ജനങ്ങളൊക്കെ വന്നിരുന്ന് ഇത്തിരി അസ്വസ്ഥരാവാൻ തുടങ്ങി. കാരണം പ്രേംചേട്ടൻ്റെ സെറ്റിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പായി വന്നിട്ടില്ല. അപ്പോൾ എന്നോട് ഗംഗേട്ടൻ ഇനി എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഞാൻ കയറി പരിപാടി തുടങ്ങാം, ആളുകളെ ഒന്ന് എൻഗേജ് ചെയ്യിക്കണം. ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഒരു പകുതി ആയപ്പോൾ ഈ ടീം വന്നു. മോഹൻലാൽ എന്ന് പറയുന്ന നമ്മൾ കാത്തിരിക്കുന്ന നടൻ വരുന്നു, പ്രിയൻചേട്ടൻ വരുന്നു. മീറ്റിംഗ് തുടങ്ങുന്നു. ബാബു പോളാണ് അവാർഡ് കൊടുക്കുന്നത്, ആദരം നൽകുന്നത്. ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ബാഗ് റെഡിയാക്കുമ്പോൾ എന്നോട് വന്നിട്ട് ഗംഗേട്ടൻ പറഞ്ഞു, അല്ല ജയരാജൻ്റെ പരിപാടി വീണ്ടും വേണം, കാരണം മോഹൻലാൽ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ലാലേട്ടനും പ്രിയൻചേട്ടനും കാണാൻ വേണ്ടി വീണ്ടും അവതരിപ്പിക്കുക. ആർക്ക് വേണ്ടി? ലാലേട്ടന്. അപ്പം അന്നൊക്കെ ഞാൻ അവതരിപ്പിച്ച അദ്ദേഹം സിനിമയിൽ വന്ന് അദ്ദേഹത്തെ അവതരിപ്പിക്കണമല്ലോ. ഞാൻ ഏതൊരു കലാകാരനെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച ആളാണ്. ലാലേട്ടൻ്റെ പാട്ടുരങ്ങളൊക്കെ മറ്റേ നാണമാവുന്നു മേനി നോവുന്നു എൻ്റെ കൈകൾ നിന്നെ, ആ പാട്ടുകളും ഒക്കെ പാടിയിട്ട് അവതരിപ്പിച്ചത്. അന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് റണ്ടറിങ് ഒക്കെ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ. പിന്നെ ഞാൻ അഭിനയിച്ച ആദ്യ സിനിമയുടെ യാത്രാമൊഴി. അതാണ് അതിപ്പം പറഞ്ഞപ്പോൾ, അതായത് മറ്റൊരു നടനും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടോ എന്നറിയില്ല. ആ സിനിമയിലെ ലെജൻഡറി ആക്ടർ ശിവാജി ഗണേശനോടൊപ്പമാണ് ആദ്യത്തെ ഷോട്ട് അല്ലേ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഭരതേട്ടനാണ് അതിൻ്റെയൊക്കെ കാരണം. ഈ ഭരതേട്ടനും ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ്റെയും നെടുമുടി വേണിച്ചേട്ടൻ്റെയും കാര്യം പറഞ്ഞല്ലോ. രണ്ടുപേർക്കും കൊട്ട്, പാട്ട്, താളം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ഉത്സവം, രാഗങ്ങൾ ഒക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു അവരുടെയൊക്കെ മുകളിൽ നിൽക്കുന്നൊരു പ്രതിഭയാണ് ഭരതേട്ടൻ. ഭരതേട്ടനുമായിട്ട് ഒരു സുഹൃത്ത് വഴി ബന്ധപ്പെട്ട് ഞാൻ ചെല്ലുന്നതും അങ്ങനെ അനുഗ്രഹ VBK മേനോൻ ചേട്ടൻ്റെ അവിടെ ഇരുന്നു കൊണ്ട് ഒരു സിനിമയുടെ കുഞ്ചൻ നമ്പ്യാർ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ചെന്നൈയിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്നു. അവിടെയാണ് ഈ ജോൺസേട്ടനെയൊക്കെ കാണുന്നത്. അവിടെ വെച്ച് ആ ഒരു കാലത്ത് ആ പടം നടക്കാതെ പോയി. കുഞ്ചൻ നമ്പ്യാർ അത് പിന്നീട് ഒരുപാട് പേര് ചെയ്യാൻ നോക്കിയത് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാർ ആർക്കും ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഹരിയൻ സാറിന്റെ കൂടെ ഞാൻ 2-3 പ്രാവശ്യം ഇരുന്നല്ലേ. സാറിന് ഭയങ്കര വലിയ താല്പര്യമുള്ള പ്രോജക്റ്റ്. അങ്ങനെ ആ പടം നടക്കാതായപ്പോഴാണ് അനുഗ്രഹ VBK മേനോൻ ചേട്ടൻ അടുത്ത പടം അനൗൺസ് ചെയ്യുന്നു, സ്വർണ്ണച്ചാമരം. ശിവാജി സാറും ലാലേട്ടനും ഉള്ളൊരു കോമ്പിനേഷൻ. ആ പടം ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നു. ഡയറക്ടർ രാജീവേട്ടനായിരുന്നു, രാജീവ്നാഥ് ബാബു. പിന്നീടാണ് യാത്രാമൊഴിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രതാപത്തിന്. അപ്പോൾ അന്ന് എന്നോട് ജോൺ ബോളങ്ങളായിട്ട് എനിക്കറിയാം. ജോൺ ബോളങ്ങളും ഒക്കെ പരിചയപ്പെടുന്ന വേണിച്ചിട്ടും വഴിയാണ്. അങ്ങനെ എൻ്റെ കഥ എവിടെയെന്നറിയാമോ? കഥ പ്രിയദർശൻ, തിരക്കഥ സംഭാഷണം ജോൺ ബോൾ. അങ്ങനെ നെടുമുടി വേണിച്ചേട്ടനും ജോൺ ബോളങ്ങളോട് പറയുകയാണ്, ജയരാജ് വാര്യർ കുറച്ച് കാലമായി നടക്കണു, അയാൾക്കൊരു വേഷം കൊടുക്കണം. നെടുമുടി വേണിച്ചേട്ടൻ അന്ന് ജർമ്മനിയിലാണ്. അങ്ങനെ ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ റൂമിലാണ്. കാരണം എന്നെ അവർക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു ജൂനിയറായി വന്ന ആളായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ സാഹിത്യം സംസാരിക്കുന്നു, പാട്ടിനെ പറ്റി സംസാരിക്കുന്നു, ജോൺ ബോളങ്ങളുടെ സിനിമ സ്ക്രിപ്റ്റുകളെ സംസാരിക്കുന്നു, ഭരതേട്ടൻ്റെ ഒരു ബന്ധം എനിക്കുള്ളതായിട്ട് അറിയുന്നു. അങ്ങനെ ജോൺ ബോളങ്ങൾ ഒരു ദിവസം കാലത്ത് എന്നോട് പറഞ്ഞു, ഇന്ന് ഷൂട്ടുണ്ട്, ഇന്ന് പോകണം, ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അയാളെ കാത്തിരിക്കാൻ പറ്റില്ല, കാരണം ശിവാജി സാറും മോഹൻലാലും കൂടിയുള്ളൊരു സീനാണ് എടുക്കാൻ പോകുന്നത്, അതിന് മുമ്പൊരു സാധനം ചെയ്യാനുണ്ട്. ഞാൻ കൂളായിട്ടാ പോവാം. അങ്ങനെ പോകുന്നു. പ്രൊഡക്ഷൻ മാനേജർ കൂടെ കാറിൽ കയറി പോകുമ്പോൾ അയാളോട് ചോദിച്ചു, എവിടെയാണ് ഷൂട്ട്? വേറെ ഗസ്റ്റ് ഹൗസിൽ. എനിക്ക് നിങ്ങളുണ്ട്, ഞാൻ അഭിനയിക്കുക. നിങ്ങൾ അഭിനയിക്കണം, ഡയലോഗ് ഒക്കെ ഉണ്ട്. ആരുടെ കൂടെയാണ്? ശിവാജി സാറിൻ്റെ കൂടെ. ഞാൻ ചോദിച്ചു, എന്ത്? ശിവാജി സാറിന് നിങ്ങളും കൂടിയുള്ള ഒരു സീനാണ് എടുക്കാൻ പോകുന്നത്. അവിടെ മരിച്ചോ അതോ ആ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടണമെന്നും അറിയാത്തൊരവസ്ഥ. ഞാനവിടെ ചെന്നു, മേക്കപ്പ് ചെയ്തു. ചായക്കടക്കാരൻ. കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10 വാഹനങ്ങൾ വരുന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നു ശിവാജി സാർ. ഇലഞ്ഞിത്ര മേളം കൊട്ടിയത് മുഴുവൻ ഇവിടെയാണ്. 3.5 മണിക്കൂർ ഇലഞ്ഞിത്ര മേളത്തിൻ്റെ അറിയാമല്ലോ, ആ താളം കൊട്ടി കയറുന്നു. ഞാൻ സാറിൻ്റെ കാലിൽ വീഴുന്നു. അപ്പോൾ പ്രതാപോത്തിന് എന്നെ അറിഞ്ഞുകൂടാ.
പ്രതാപ് ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു. ഞാനാണ് ഇന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളോ ചോദിച്ചു. നീ എന്താണ്? ഞാൻ തിയേറ്റർ ആക്ടർ. ഓ തിയേറ്റർ, ഗുഡ്. അപ്പോൾ നിനക്ക് ഡയലോഗൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഓ ശരി, ഡയലോഗ് പഠിക്കുന്നു. ഞാൻ ശിവസാറിൻ്റെ കാലിലേ പോയി വീണു. സാർ ആദ്യമായിട്ടാണ്, നന്നായി വരും കണ്ണാ, അങ്ങനെ പറഞ്ഞു. സാർ ഒരു മെസ്സഞ്ചറാണ്, ഒരു വാർത്ത വന്ന് പറഞ്ഞു പോവുക. പക്ഷെ അത് ഒരു റിഹേഴ്സൽ ടേക്ക് ഓക്കെ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത, ഞാൻ മരിച്ചു പോയാലും മറക്കാത്ത. മുതലാളി ഗോവിന്ദൻകുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന്. അല്ല തുടക്കം തുടക്കം. മോഹൻലാലിന് പോലും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഉച്ചയ്ക്ക് ശേഷം അത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു ഷിഫ്റ്റിന് മുമ്പ് ഇവിടെ കുറച്ച് ഷോട്ട് കൂടി എടുക്കാനുണ്ട്, അതിന് ശേഷം പറയാം എന്ന് പറഞ്ഞു. നമുക്കന്ന് ലൊക്കേഷനിൽ നിന്ന് പോട്ടെ എന്നും പറയാൻ പറ്റില്ല. പാക്കപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. ഞാൻ അദ്ദേഹത്തെ അദ്വൈതത്തിൻ്റെ ലൊക്കേഷനിൽ എന്നെ കണ്ടു. ആ ജയരാജ് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ആ ഞാനുണ്ട്. ഏത് ക്യാരക്ടറാണ്? പറഞ്ഞു ചായക്കടക്കാരൻ. ഓ രാമൻകുട്ടി. ഇന്നുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഇന്നുണ്ടായിരുന്നു. ആരുടെ കൂടെ? ശിവസാറിൻ്റെ കൂടെ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ ശിവാജി സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി സിനിമ ഉണ്ടാക്കിയിട്ട് നീ വന്നിട്ട് ശിവാജി കൂടെ അഭിനയിച്ചു പോയോ? ആ സ്നേഹം. അപ്പം അങ്ങനെ ഇവരെല്ലാമായിട്ട് മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സും എല്ലാം ഗ്രേറ്റ് ആക്ടേഴ്സ് അല്ലേ? പക്ഷെ എന്നിട്ടും ചില നല്ല വേഷങ്ങളുണ്ട്. ഇപ്പൊ ഭൂതക്കണ്ണാടിയിൽ പറഞ്ഞപ്പോൾ നല്ല നല്ല വേഷമായിരുന്നു. അല്ല അത് നല്ലൊരു വേഷമാണ്. അതുപോലെ ഈ പ്രാഞ്ചിയൻ ആൻഡ് സൈൻ, പ്രാഞ്ചേട്ടൻ്റെ നല്ല വേഷമാണ്. അങ്ങനെയുള്ള പുണ്യാളനൊക്കെ വൃത്തിയില്ലേ, കാട്ടാളൻ തോമസ്, പിന്നെ അനാർക്കലിയിലെ പാട്ടുകാരൻ ഷാജഹാൻ, എന്താ പേര്? ചേറ്റുപക്ഷ. ആ പക്ഷെ അത്തരം കഥ. ഇത് നമ്മുടെ ആഷിഖബുവിന്റെ മേയർ. അപ്പൊ ഇതൊക്കെ പ്രേതം 2 എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, അതിൽ നല്ല വേഷമായിരുന്നു. രഞ്ജിത് ശങ്കറിന്റെ പടം. അല്ല ഇതൊക്കെ നമ്മള് പിന്നെ ജോർജ് സാറിന്റെ പൊറിഞ്ചു മറിയും ജോസില്. സിനിമയിൽ ഒന്നും പറയാൻ പറ്റില്ല. സിനിമയിൽ ചിലപ്പോ അതങ്ങനെയാണ്. നല്ലൊരു വിഷമമുണ്ടോ ഇങ്ങനെ നമുക്ക്? ഇല്ല അത് ഇനിയും വരും. നല്ല പക്ഷെ എന്താ അറിയോ, ഞാൻ നിൽക്കുന്നത് എവിടെയാന്ന് എനിക്കറിയാം കൃത്യമായിട്ട്. കാരണം എൻ്റെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം അങ്ങനെയല്ല. ഇപ്പൊ കാരിക്കേച്ചർ ഷൂ ഒരാഴ്ചയൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ 15 ദിവസമൊക്കെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ പെർഫോമൻസുകൾ ഇവിടെ. പക്ഷേ സിനിമയിൽ വേഷം ഇനിയും വരും. ഈ സന്ധ്യാസമയത്ത് തന്നെ അത് വരുന്നേ. അതിൻ്റെ പുറകെ നടന്നാൽ ചിലപ്പോൾ വരില്ല. സിനിമ ഒരു വലിയ ഉദ്യാനമാണ്. അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ടൊരു കാര്യമില്ല. ആവശ്യമുള്ളത് പോകാൻ നേരത്ത് നമ്മുടെ കയ്യിൽ വരും. ഒരു പരാതി നല്ല നമുക്ക് ഈ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന അധികവും കഥാപാത്രങ്ങൾ എന്താണ് ഈ തൃശ്ശൂർ ഭാഷയുടെ ഇത്ര സ്നേഹം വരുന്നത്? അല്ല, അത് ഭയങ്കര രസമായി. തൃശ്ശൂർ ഭാഷയുള്ള തൃശ്ശൂർ എടുക്കുന്ന സിനിമയിൽ വിളിക്കുന്നുള്ളൂ എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ കൊല്ലം ഭാഷയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് പഠിച്ചാൽ വന്നിട്ടുണ്ടല്ലേ? കൊല്ലത്ത് പഠിച്ചതല്ലേ. ഞാൻ നടൻ എന്ന് പറയുന്ന സിനിമയിൽ കൊല്ലം ഭാഷ സംസാരിക്കുന്നത്. അതിൽ കടവൂർ മണികണ്ഠൻ എന്നാണ് എൻ്റെ പേര്, കടവൂര്. അതൊന്നുമല്ല അതിൻ്റെ കാര്യം. അതൊന്നല്ല എനിക്കറിയാം. കാര്യം ഇതാണ്, അത് കൃത്യമായിട്ട് ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും ആ സമയത്ത്, ആ എഴുതുന്ന സമയത്ത് തോന്നണം ഇത് തന്നെയാണ് കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഓർമ്മപ്പെടുത്താറില്ല ഞാൻ. അതായിരിക്കും അധികം മാർക്ക് കിട്ടാത്തൊരു വലിയ സൗഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്തു. അതിനുശേഷം പിന്നീട് ആരും അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നീട് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പിന്നെയൊക്കെ പലരും. ആരാണ് അത് വിളിച്ചത്? അത് വക്കം സാറാണ് അന്നത്തെ സ്പീക്കർ. അദ്ദേഹം ഇത് തന്നെ എന്നോട് പറഞ്ഞത്, നിയമസഭാ സാമാജികർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണം. ഇപ്പൊ സിനിമാ തിയേറ്ററൊക്കെ ചെയ്യാം. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ആ നിയമസഭ കണ്ടിട്ടാണ് ഇവരെയൊക്കെ അവതരിപ്പിച്ചത്. ഭയങ്കര കൈഡിയായിരുന്നു അല്ലേ? ഭയങ്കര കൈഡിയായിരുന്നു. ആദ്യം തന്നെ വക്കൽ സാറിനെ അവതരിപ്പിച്ചു. ഓർഡർ എന്നുള്ള ആർഡർ എന്നുള്ള തിരുവനന്തപുരത്ത് പറയും. കാപ്പി തരാം ഇരി. കോഫി അല്ല പറയണേ, ഈ ഇതിന്റെ കോപ്പി കൊടുക്കാന്നാ പറയുന്നത്. പിന്നെ AK സാറിന് കഷ്ടപ്പെട്ട് ഈ ഗവൺമെന്റ് പദ്ധതികളെ ആര് അട്ടിമറിക്കാൻ നോക്കിയാലും നടക്കില്ല എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഉള്ള ആൾക്കാർ VS ഒക്കെ അവതരിപ്പിച്ചു. പുറമേയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം. നമുക്ക് ഭയങ്കര ഹരായിരുന്നു. ഇത് പാട്ടുകാരനാണോ? പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
ഈ കാരിക്കേച്ചറിസ്റ്റ് ആണോ, നടനാണോ, സ്റ്റാൻഡപ്പ് കോമഡി, ഇത് ഏത് പ്ലേസിൽ ഏത് കളത്തിൽ നിൽക്കാനാണ് ജയരാജ് വാര്യർ എന്ന കലാകാരന് ഇഷ്ടം? ആർക്കും ഏത് രീതിയിലും എന്നും കൊടുക്കാവുന്ന ഒരു കച്ചവടക്കാരൻ. അയാൾ ഏത് കളത്തിൽ നിർത്തും? കാരിക്കേച്ചർ ഷോ വേണോ? നാളെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരും, പെർഫോം ചെയ്യും. നാളെ എന്നെ വിളിച്ചിട്ട് പറയാം, ഒരു സിനിമയിൽ ഒരു 3 സീൻ ഒരു ക്യാരക്ടർ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാനുണ്ട്, ഞാൻ വരും. നമുക്ക് ദേവരായ മാസ്റ്റർ വയലാർ ടീമിൻ്റെ ഒരു സംഗീത പരിപാടി ഉണ്ടാകുന്ന വന്ന് ആങ്കർ ചെയ്യണം, അതിന് ഞാൻ വരും. അയ്യോ, അത് ആങ്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അല്ലേ? അതെ, ഞാൻ മലയാളത്തിലെ ആദ്യത്തെ ആങ്കറാണ് ഞാൻ ചാനലില്. അതെ, ഏഷ്യൻ. ഇനി ഒന്നും കൂടി ഉണ്ട്, നമ്മുടെ ക്യാൻ ചാനലിന് വേണ്ടിയിട്ട് ഒരു ആങ്കർ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ടി ജി രവി എന്ന് പറയുന്ന നടനെ ഇന്റർവ്യൂ ചെയ്തു. അത് ഭയങ്കര റീച്ച് വന്ന ഒരു അഭിമുഖങ്ങളിൽ ഒന്നാണത്. ലക്ഷങ്ങൾ കണക്കിന് ആൾക്കാരാണ് ആ ഇന്റർവ്യൂ കണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളതാണ്. അപ്പൊ അങ്ങനെയും ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ക്യാൻ ചാനലിനോട് പണ്ടേ സ്നേഹമുണ്ട്, കാരണം നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഒരു സൗഹൃദം അതല്ലേ. നല്ല സൗഹൃദങ്ങളാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടിയത്. ഇപ്പോൾ ഒരു സിനിമയിൽ നിന്നായാലും കാരിക്കേച്ചർ ഷോ നടത്തിയിട്ട് ലോകം മുഴുവനുള്ള മലയാളികളുടെ ഒരു സൗഹൃദം, പാട്ടവതാരണത്തിലൂടെ, ചാനൽ ഷോകളിലൂടെ ഒക്കെ കിട്ടിയ സൗഹൃദങ്ങളാണ്. എനിക്ക് ഒരു കാര്യത്തിലും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നില്ല എന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നേ. ഇനി വേണമെങ്കിൽ ഓട്ടംതുള്ളൽ വേണമെങ്കിൽ അതും ഞങ്ങൾക്ക് പെർഫോം ചെയ്യും. കാക്കയാർകൂത്ത് വേണമെങ്കിൽ ഞാൻ നടത്തി കാണിച്ചു. നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. എല്ലാം നമ്മുടെ പ്രേക്ഷകരല്ലേ. ഞാൻ അങ്ങനെ ആലോചിക്കും ഇടയ്ക്ക്, നമ്മുടെ പ്രേക്ഷകർ എന്തൊരു ഡിഫറൻ്റാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ, ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ തന്നെ സാഹിത്യ അക്കാദമിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സാഹിത്യ സമ്മേളനം നടക്കും. തൊട്ടപ്പുറത്ത് ഈ ജോൺസൺ മാസ്റ്ററുടെയോ മറ്റു സംഗീത പരിപാടി നടക്കുന്നുണ്ടാവും. ഒരേ സമയം പറയുന്നത്. സ്വരാജ് റൗണ്ടിലേക്ക് വടക്കുന്നതിൻ്റെ അവിടെ കയറി അവിടെ മേളം, തൊട്ടപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അവിടെ വേറൊരു കലാപരിപാടി. അപ്പം ഞാനൊരു തൃശ്ശൂരിൻ്റെ പുത്രനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് എല്ലാ കലകളിലും എനിക്കിങ്ങനെ പെർഫോം ചെയ്യാനും ഒരു ശരാശരി മലയാളിയാവാനും കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ വൈവിധ്യങ്ങളിലൂടെ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും